സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ബൈബിളിലെ സുവിശേഷത്തിന്റെ ഒരു വാചകം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ട്രൂത്ത് പോസ്റ്റിൽ ട്രംപ് ആ വാർത്ത പങ്കുവച്ചത്. ആദ്യഘട്ട സമാധാന ഉടമ്പടിയിൽ ഇസ്രയേലും ഹമാസും ഒപ്പുവെച്ചു. അറബ് മുസ്ലിം ലോകത്തിനും ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെല്ലാം മഹത്തായ ദിനം, ട്രംപ് ട്രൂത്ത് പോസ്റ്റിലൂടെ പറഞ്ഞു. ഒടുവിൽ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ ഉദയസൂര്യൻ ഉണരുന്നു. അതിനിടെ നാളെയാണ് ഒക്ടോബർ 10 വെള്ളിയാഴ്ച, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കുന്ന ദിനം. ആരായിരിക്കും 2025 സമാധാന നോബൽ ജേതാവ്? 2 വർഷമായി തുടരുന്ന ലോക മനസാക്ഷി നെഞ്ചു കലക്കിയ ഗാസയിലേക്ക് സമാധാനം കൊണ്ടുവരാൻ മധ്യസ്ഥത വഹിച്ച നൊബേലിന് താനാണ് യോഗ്യനെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ട്രംപിനായിരുന്നു. എങ്ങനെയാണ് സമാധാന നൊബേൽ ജേതാവിനെ കണ്ടെത്തുന്നതും തിരഞ്ഞെടുക്കുന്നതും? അതിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണത്. ആദ്യമായി നാമനിർദ്ദേശം നൽകണം. നോർവേജിയൻ നൊബേൽ കമ്മിറ്റിയിലേക്കാണ് ബന്ധപ്പെട്ടവരുടെ നാമനിർദ്ദേശം നൽകേണ്ടത്. എന്നാൽ സ്വയം ഒരാൾക്ക് ഞാൻ നൊബേലിന് അർഹനാണ്, എനിക്കത് നൽകൂ എന്ന് പറയാൻ കഴിയില്ല. സ്ഥാനാർത്ഥികളെ നോമിനേറ്റ് ചെയ്യണം. അത് ചിലർക്കേ സാധിക്കും. ആരൊക്കെയാണ് അതെന്ന് നോക്കാം. ദേശീയ അസംബ്ലിയിലെയും ദേശീയ ഗവൺമെന്റുകളിലെയും ക്യാബിനറ്റ് അംഗങ്ങൾക്കും മന്ത്രിമാർക്കും രാഷ്ട്രത്തലവന്മാർക്ക്. ട്രംപിനായി നാമനിർദ്ദേശം നൽകിയ പാകിസ്ഥാനെ ഓർക്കുന്നില്ലേ? പിന്നെ നിയമം, ചരിത്രം, സാമൂഹിക ശാസ്ത്രം, തത്വചിന്ത, തിയോളജി, മതം എന്നീ വിഷയങ്ങളിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർക്ക്, മുൻ നൊബേൽ സമ്മാന ജേതാക്കൾക്ക്, അന്താരാഷ്ട്ര കോടതികളിലെ അംഗങ്ങൾ, സമാധാന ഗവേഷണ സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാർ എന്നിവർക്കാണ് നൊബേലിന് ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുക. ജനുവരി 31 നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി. നോർവേയുടെ പാർലമെന്റ് നിയമിക്കുന്ന 5 അംഗങ്ങൾ അടങ്ങിയ നോർവീജിയൻ നൊബേൽ കമ്മിറ്റിയാണ് അർഹതപ്പെട്ടവരെ കണ്ടെത്തുന്നത്. നാമനിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ കമ്മിറ്റി അവ പരിശോധിച്ച് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നു. സാധാരണയായി 20 മുതൽ 30 വരെ ആളുകളോ സ്ഥാപനങ്ങളോ ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാകും. അടുത്തത് വിദഗ്ധരുടെ അവലോകനമാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പേരുകൾ നൊബേൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധമുള്ള വിദഗ്ധരും ഉപദേശകരും വിലയിരുത്തും. ഇത് ഏകദേശം മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ നീളുന്ന ഒരു പ്രക്രിയയാണ്. അന്തിമ പട്ടികയിൽ എത്തിച്ചേരുന്ന പേരുകൾ വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷം കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് വിശദമായി ചർച്ച ചെയ്യും. അഥവാ കമ്മിറ്റിക്ക് ഏകകണ്ഠമായി തീരുമാനത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ഭൂരിപക്ഷ വോട്ടെടുപ്പിലൂടെ വിജയിയെ തിരഞ്ഞെടുക്കും. ഈ തീരുമാനം അന്തിമമാണ്. ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരും സമാധാനത്തിനുള്ള നൊബേലിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. 7 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന്റെ ക്രെഡിറ്റും തനിക്ക് തന്നെയാണെന്ന് ട്രംപ് ഇപ്പോഴും പറയുന്നു. ട്രംപ് സൂചിപ്പിച്ച 7 യുദ്ധങ്ങളിലൊന്ന് ഇതാണ്. ഇപ്പോഴിതാ ഗാസ സമാധാന ചർച്ചകൾക്ക് ഫലം കണ്ടു തുടങ്ങിയതും ട്രംപിന് അനുകൂലമായി വന്നു ചേരുമോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ അവാർഡ് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് നൊബേൽ നിരീക്ഷകരും വിദഗ്ധരും പറഞ്ഞു വരുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനായി പ്രവർത്തിച്ചവരായിരിക്കണം നൊബേലിന് അർഹരാവേണ്ടതെന്ന് ആൽഫ്രഡ് നൊബേലിന്റെ വിൽപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രംപിന്റെ കാര്യത്തിൽ വൈറ്റ് ഹൗസ് പറയപ്പെടുന്ന 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന അവകാശവാദം മാത്രം മതിയാകുമോ? ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറിയതും രാജ്യങ്ങളോട് വ്യാപാര യുദ്ധം ആരംഭിച്ചതും അന്താരാഷ്ട്ര സഹകരണത്തിന് എതിരാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, കാലാവസ്ഥ മാറ്റം പോലുള്ള ആഗോള പ്രശ്നങ്ങളെ തള്ളിക്കളയുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകൾ പ്രത്യക്ഷത്തിലുണ്ട്. ചുരുങ്ങിയ കാലത്തേക്കുള്ള നയതന്ത്ര വിജയങ്ങളെക്കാൾ സ്ഥിരമായ സമാധാന ശ്രമങ്ങൾക്കാണ് നൊബേലിന് മുൻഗണന. ട്രംപിന്റെ പല നയതന്ത്ര ഇടപെടലുകളും ദീർഘകാലത്തേക്കാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും നിരീക്ഷകർ പറയുന്നു. എന്ന് മാത്രമല്ല, ജനുവരിയിൽ പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ അവസാനിക്കുമ്പോൾ ഈ വർഷം അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ നാമനിർദ്ദേശങ്ങളും വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുന്ന അവാർഡിൽ പരിഗണിക്കണമെന്നില്ല. ഗാസ സമാധാന ഉടമ്പടി സമ്പൂർണ്ണ വിജയമായ ഒരുപക്ഷെ അടുത്ത വർഷം ട്രംപിന്റെ പേരും അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചേക്കാം.